ഹലോ. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ആയി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അധികം ഷോർട്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന്. അങ്ങനെ രാവിലത്തെ ചായകുടിയും പിന്നെ മുറ്റടിക്കലും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അലക്കാനുള്ളത് മെഷീനിലിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്, പക്ഷേ അബിക്കും ദിയയ്ക്കും ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിക്കാനുള്ള സമയമാകുമ്പോൾ അവർ വരും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനും അല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ അല്ലു ആണെങ്കിൽ കുളി കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ അത്ര വലിയ എന്താ പറയുക ഷെഫൊന്നല്ല, എന്നാലും നമുക്ക് നമ്മൾ വീട്ടുകാർ മാത്രമൊക്കെ അല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മന്തി റൈസ്, അതായത് മന്തി കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടാടൻ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അരി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ വിങ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിറ്റിൽ ഒരു ഓയിലിൻ്റെ പാക്ക്, പിന്നെ ഒരു ക്യൂബ്, ഒരു മന്തി മസാല, പിന്നെ ഒരു ലെമൺ, ഉണക്കനാരങ്ങ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ സ്പൈസസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മന്തിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ സാധനങ്ങളാണല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ അടുത്തുള്ളത് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. ആ പാക്കിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മിസ്സിങ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ. അതിൻ്റെ ഒരു കുഞ്ഞ് പാക്കും കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. അതും ഈ പാക്കിൽ കണ്ടില്ല കേട്ടോ ഞാൻ, എൻ്റെ അടുത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോഴേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പോൾ അത് കുക്ക് ചെയ്യാന്നുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം, ഞാൻ അത്ര വലിയ മന്തി സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അബിന്ദിയൊക്കെ ഈ എന്തെങ്കിലും എണ്ണക്കടിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ സോസ് എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കെറ്റിലിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 തവണയായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ അതിലേക്കുള്ള എന്താ പറയുക പൊടികളും ഓയിലും കാര്യങ്ങളൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഊറ്റിയെടുക്കുന്ന സംഭവമല്ല കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് വെള്ളം വറ്റിക്കുകയാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമല്ലോ, ആ ഒരു മോഡലാണ് കേട്ടോ വെക്കുന്നത്. അതായത് നമ്മൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ സ്പൈസസിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് റൈസിലേക്ക് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ എന്താ മന്തി ഉണ്ടാക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ, ഗസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊന്നുമില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ വൃശ്ചിക മാസം ആവാനായല്ലോ. അപ്പോൾ നമ്മൾ നോൻപ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ടൊന്ന് മന്തി കഴിക്കാനൊരു കൊതി, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മൾ കിറ്റ് വാങ്ങിയിട്ടുള്ള ആ ഒരു അരി എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. കാരണം അത് ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും. ശരിക്കും നമ്മുടെ ആ ഒരു മന്തീൻ്റെ ആ ഒരു കളറ് കിട്ടാറില്ല കേട്ടോ ചോറിന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്സ മോഡലായിരിക്കും വരിക. അപ്പോൾ എനിക്ക് അരി ഇങ്ങനെ ലൂസ് വാങ്ങുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കുട്ടാട്ട ഇങ്ങനെ കിറ്റ് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ ചിക്കൻ പിന്നെ എന്താ പറയുക ഓവനിലാണ് വെക്കുന്നത്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പിൽ മൊത്തം പീസ് പോവാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഒരു 2 ട്രിപ്പായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓവൻ ഞാൻ നേരത്തെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അതിലേക്ക് കുത്തിക്കയറ്റുകയാണ്. അപ്പോൾ ഇനി എനിക്കുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് അവിടെ നിന്ന് വേവണ ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. അപ്പോൾ അല്ലുതേ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് സോഫയിലൊക്കെ നിറയെ പൊടികളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എവിടെ ഇരിക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. സോഫയിൽ ഇരുന്ന് ടി വി കണ്ടിട്ട് മാത്രമേ എന്തായാലും ഫുഡ് കഴിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ചോറായാലും ചായ ആയാലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ അവിടെ സോഫയിലൊക്കെ ഇങ്ങനെ പൊടി വീണെടുക്കണ്ടായിരുന്നു. അതൊക്കെ തട്ടി ഒഴിവാക്കി
പിന്നെ ടേബിളും പിന്നെ അവർ പഠിക്കുന്ന ആ ഒരു ഏരിയയും ഒക്കെ സാധനങ്ങളോട് നിരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് അതൊന്നും എടുത്ത് വയ്ക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോവുക ചെയ്തത്. പിന്നെ ഇപ്പം ഞാൻ കൊണ്ടുവയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുക കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടോ, പക്ഷേ ഇന്നലെയാണ് അതെടുത്ത് ഫില്ല് ചെയ്തത്. ഇന്നലെ രാത്രി ഞാനും കുട്ടാരനും കൂടെ അതെടുത്ത് ഫില്ല് ചെയ്തു കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ പറയണ കേട്ടപ്പോൾ തെറ്റിപ്പോവോ, അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്താൽ തെറ്റിപ്പോവും, തെറ്റാൻ പാടില്ല, തെറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇത്രയും ദിവസം ഇങ്ങനെ ഫില്ല് ചെയ്യാതെ കൊണ്ടുനടക്കായിരുന്നു കേട്ടോ. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഫില്ല് ചെയ്യിപ്പിക്കുക, അങ്ങാടിയിലൊക്കെ ആരൊക്കെയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. പിന്നെ ഞാനും കുട്ടാരനും കൂടെ കുറേ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് ഏതായാലും അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഒക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ ഫില്ല് ചെയ്യാൻ വെച്ചിട്ട് ആദ്യം ഞാൻ പെൻസിലോണ്ടാണ് കേട്ടോ ചെയ്തത്. എന്നാൽ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എറേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻസിലോണ്ട് എഴുതി. പിന്നെ അത് കറക്റ്റാണെന്ന് തോന്നിയതിന് ശേഷം പെന്നുകൊണ്ട് എഴുതി ക്ലിയർ ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ മൊത്തത്തിൽ നിരന്നെടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഞാൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ, അല്ലു ചെറിയ കുട്ടിയിരിക്കുന്ന സമയത്ത്, അതായത് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു ബെഡ് കിട്ടുമല്ലോ, അതിലുണ്ടായിരുന്ന ഒരു പില്ലോ ഉണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ ദിയ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിയ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഓളെ തലേണ്ണേൻ്റെ അടുത്ത് അത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഓർമ്മയ്ക്ക് ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ഞാനും അത് കാണുമ്പോൾ ഞാനും എടുത്ത് ഒഴിവാക്കാറില്ല കേട്ടോ, ഒരു നൊസ്റ്റല്ലേ. അങ്ങനെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവരെ ബെഡൊക്കെ അവർ തന്നെ റെഡി ആക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്തോ തിരക്കിട്ട് പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനതൊക്കെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസമാണ് അലക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ അടിച്ചു വാരുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മാറാല തട്ടൽ, ജനലിൻ്റെ പൊടി തുടയ്ക്കൽ, ഇതൊക്കെ 1-ാം തീയതി പരിപാടി ആയതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ അടിച്ചു വാരി തുടയ്ക്കുക, അത്ര മാത്രം കേട്ടോ. പിന്നെ ഞാൻ എന്നും നമ്മളിങ്ങനെ അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ ജനൽ തുടയ്ക്കുക, അതേപോലെ മാറാല തട്ടുക, ഫാന് പൊടി തട്ടുക, അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ എന്തെങ്കിലും ചുക്കിലി വലയൊക്കെ കാണുമ്പോൾ അങ്ങനെ തട്ടിക്കളയും. അതല്ലാതെ എന്നും തട്ടി വൃത്തിയാക്കുക അങ്ങനെ മെനക്കെടാറില്ല കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഞാനിത് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൈസിൻ്റെ പാട് എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വെള്ളം റെഡി ആണോ, ഇനി കുറവുണ്ടോ ഒക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കുമല്ലോ, അത് കുത്തി വെച്ചു. പിന്നെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു, അവിടെ ഇവിടേക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞേരം കുറച്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് അതും ചേർത്തിട്ടു. ഒരു ചോറിനൊരു രസത്തിന് വേണ്ടിയിട്ട്, കാണാൻ ഒരു ലുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കനൽ, എന്താ പറയുക കരിക്കട്ടല്ലേ, അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫോഗ് കിട്ടാൻ വേണ്ടിയിട്ടൊരു പുക അങ്ങനെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. സ്മെല്ല് കാര്യമായിട്ട് അതാണല്ലോ മന്തീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്മെല്ല്. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ നമ്മുടെ കുത്തുകല്ലൊക്കെ വെച്ച് അത് ദമ്മിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമത്തേത് അതിലേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തുടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു, തുടയ്ക്കലൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കാരണം അല്ലു ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് തുടയ്ക്കാൻ പറ്റുട്ടോ. അല്ലെങ്കിൽ അവൻ അവിടെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ തുടയ്ക്കാൻ സമ്മതിക്കൂല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അല്ലു ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ തുടയ്ക്കൽ പരിപാടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ അലക്കിയത് നമുക്ക് പുറത്തായാലും കൊണ്ടുപോയിടാനുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പണി മാത്രമേ പിന്നെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് മുടീൻ്റെ കെട്ട് ഇപ്പോഴാണ് കേട്ടോ അയക്കുന്നത്. കാരണം കുക്കിങ്ങിൻ്റെ സമയത്ത് എനിക്കതിങ്ങനെ നനഞ്ഞൊട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ. ആകെ മൊത്തത്തിൽ വിയർത്ത് എന്തൊക്കെയോ മാതിരിയാവും. അതുകൊണ്ട് ഞാൻ അതുവരെ ഞാൻ ആ കെട്ടഴിക്കാതെ നിൽക്കുമായിരുന്നേ. അങ്ങനെ ഫൈനലി ഇതേ എൻ്റെ മന്തി സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടാറിനും മക്കളൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഇതേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലാസ്സല്ല അന്ന് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അബിൻ ദിയം വന്നപ്പോൾ അവരുടെ കൂടെ അബീൻ്റെ 2 ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വീട് കാണാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാക്കും ഭയങ്കരമായിട്ട് നാണം വന്നു കേട്ടോ. എന്തൊക്കെ പണി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കണുണ്ട്. ഇത് ശരിക്കും യൂട്യൂബിൽ ഇടും നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അല്ലുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവരെ കണ്ടപ്പോൾ. അല്ലുമായിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചു. പിന്നെ അവർ വന്നപ്പോൾ ലിയോ ഫസ്റ്റ് എന്നെ കുരച്ചപ്പോൾ രണ്ടാൾക്കും പേടി തോന്നിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൂട് ലോക്കാണ്, പുറത്തേക്ക് വരൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് തന്നെ ലിയോൻ്റെ അടുത്ത് പോയി കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ടോ. അങ്ങനെ അവിടെ കൂടിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ഭയങ്കര കുരയായിരുന്നു കേട്ടോ ലിയോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.